ഹലോ! എല്ലാവർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചക്ക വെട്ടാണ് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10:30, 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ചക്ക വെട്ടുന്നത്. അപ്പോൾ ചക്ക വെട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള 2 റെസിപ്പീസാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് അവലിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വെച്ചിട്ട് അവല് നനയ്ക്കാന്ന്, അതായത് നമ്മുടെ നാട്ടിൽ അവല് നനയ്ക്കലിനെ അവല് നനയ്ക്കുന്നത് തന്നെയല്ലേ പറയുന്നത് ഇതൊക്കെ. അല്ല, ചിലയിടത്ത് അവല് വിളയിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനത് നനച്ചെടുക്കുകയാണ്. തേങ്ങ, പഞ്ചസാര, അവല് ഇതും കൂടി 3 ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. പൊതുവെ ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പൊതുവെ അവൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ്, പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചായയിലൊക്കെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടം ഇങ്ങനെ അവൽ വിളയിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അവൽ വിളയിച്ചൊന്നും കൊടുക്കണില്ല, അതിന് ശർക്കരയൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൽ എനിക്ക് പണ്ടേ തുടങ്ങി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ തൊണ്ടയിൽ തടയണ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ തളിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കുറച്ചും കൂടി നമ്മുടെ സോഫ്റ്റ് ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചക്ക നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ നേരെ ചക്കയിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആയുധം, അതായത് കത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഈ കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ചക്കയുടെ വെളിഞ്ഞീനൊക്കെ ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കത്തിയിലൊക്കെ വെളിച്ചെണ്ണ തേക്കും. അതുപോലെ തന്നെ ചക്കയുടെ പശ ആവാണ്ടിരിക്കാൻ വേണ്ടി കയ്യിലൊക്കെ വെളിച്ചെണ്ണ തേക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ മൊത്തത്തിൽ കയ്യിലൊക്കെ തേച്ചു, കത്തിയിലൊക്കെ തേച്ചിട്ടോ. അവസാനം ഞാൻ ചക്ക വട്ടത്തിൽ കണ്ടിച്ചെടുത്തു, വെളിഞ്ഞീനൊക്കെ തൂത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് പണി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചക്ക വെട്ടിയെടുക്കുമല്ലോ, വെട്ടിയെടുക്കുന്ന സമയത്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാറുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനിത് എങ്ങനെ വെട്ടി മൊത്തത്തിലെടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചക്ക വെട്ടണേന്, അതായത് മുറിക്കണേന് മുമ്പ് ഒരു പ്രാവശ്യം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒട്ടും പശയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് തന്നെ ഇത് വെട്ടണമല്ലോ, വെട്ടണ ടൈമിലും ഇങ്ങനെ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തു കേട്ടോ. അവസാനം ഞാൻ പെട്ടെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഭയങ്കര മൽപ്പെടുത്താറുണ്ട് കേട്ടോ. രാവിലെ തന്നെ വെളിച്ചെണ്ണ വെറുതെ കയ്യിൽ വാരി ഒഴിക്കണ്ടെന്ന് തന്നെ തോന്നിപ്പോയായിരുന്നു. എനിക്ക് ഇത് ഇവിടുത്തെ ചക്കയൊന്നുമല്ല കേട്ടോ, എനിക്ക് ചക്കയൊന്നുമില്ല. അപ്പോൾ ഇവിടെ അയൽവാസി എന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടി. പിന്നെ ഞാൻ ഈ ചക്കേനെ വെച്ചിട്ട് തണ്ടം തുണ്ടമായിട്ട് വെട്ടുമെന്ന് പറയൂലേ, അതുപോലെ അങ്ങോട്ട് വെട്ടി കേട്ടോ. എൻ്റെ കലി തീരണ വരെ മൊത്തത്തിൽ ഞാൻ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ ടൈലേൽ, അതായത് ഗ്രാനൈറ്റേലൊക്കെ ഇങ്ങനെ കൊണ്ടുവരട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. വളരെ സൂക്ഷിച്ച് തന്നെ കേട്ടോ ഞാൻ വെട്ടിയത്. നിങ്ങൾക്ക് ഈ വെട്ടൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനത് ചവണിയൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടാ. അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ചവണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് അതൊന്ന് നീറ്റാക്കി എടുക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ചക്ക തോരനും അതുപോലെ തന്നെ ചക്ക ബജിയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൂച്ച ഗർഭിണിയാണ് കേട്ടോ. അപ്പോൾ അത് വല്ലാണ്ട് ക്ഷീണിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ മീൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ ഇവിടെ കഴിക്കുന്ന ചോറ്, തേങ്ങ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കണേ കേട്ടോ. പിന്നെ അവർ പുറത്ത് പോയി ഇര തേടുണ്ടാവും, അങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ച് പോവാണ്. അപ്പോൾ ചക്ക ഞാൻ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഞാൻ ബജിക്കുള്ളത് വേറെ രീതിയിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, തോരൻ വെക്കാനായിട്ട് വേറൊരു രീതിയിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബജിക്കായിട്ട് ഞാൻ തീരെ നൈസായിട്ടാട്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ തോരൻ വെക്കാനുള്ളതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാണ് കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 വിസിലൊക്കെ മാക്സിമം വേണം എൻ്റെ കുക്കറിൽ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. ചക്കവെട്ടും പോരാത്തതിന് നല്ല ചൂടുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ചക്കയിലിട്ട് ഭയങ്കര ഒരു മൽപ്പിടുത്തമായിരുന്നു കേട്ടോ. ആകെപ്പാടെ ടയേർഡായിട്ടുണ്ടായിരുന്നു. വലിയ സിമ്പിളായിട്ടൊക്കെ ഞാൻ വന്നതാണ്, പക്ഷേ എനിക്ക് നല്ല 8ൻ്റെ അല്ല 10ൻ്റെ പണി തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ അതിനായിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിലാണെങ്കിൽ ചെറിയ സവാള ഉണ്ടല്ലോ, അതായത് ഒരു ചെറിയ ചുവന്നുള്ളിയുടെ വലിപ്പത്തിലുള്ള സവാളയായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ ഈ തോരനൊക്കെ വയ്ക്കുമ്പോൾ ചെറിയ ചുവന്നുള്ളിയാണ് ഉപയോഗിക്കാറ്. പക്ഷേ എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ സവാള ചെറുതായിട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഞാൻ ആ ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കും. അപ്പോൾ ഈ ചുവന്ന ചെറിയ ഉള്ളിയില്ലേ, അത് ചതച്ചൊരു പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ തോരനൊക്കെ വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഹിന്ദു കുട്ടികളൊക്കെ ഈ തോരൻ വയ്ക്കുമ്പോൾ കുറേ വെളുത്തുള്ളി ഇട്ടുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഇതെന്താ ഇവരുടെ തോരനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അന്ന് അതിങ്ങനെ കഴിക്കുമ്പോൾ അന്ന് വലിയ കത്തൂല, ഇതെന്താ അതിൽ ഇങ്ങനെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തേക്കണേന്ന്. പിന്നെ കുറേ കാലം കഴിയുമ്പോഴാണ് മനസ്സിലായത് അതിൽ വെളുത്തുള്ളി ചേർക്കുമ്പോൾ അവരുടെ തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പോൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണൊക്കെ സമയത്ത് ഞാൻ കൂടുതൽ വെളുത്തുള്ളി അങ്ങോട്ട് ചേർക്കും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബജിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടി ആണെങ്കിൽ അര ഗ്ലാസ് അരിപ്പൊടി, 1/4 ഗ്ലാസ് കടലമാവ്, ആ രീതിയിൽ വേണം കേട്ടോ പൊടികളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കറിവേപ്പില, സവാള, ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഒഴിവാക്കരുത്, കായപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് ഞാൻ ചക്ക ഇതുപോലെ ചക്കയൊക്കെ വറുക്കൂല, ആ വലിപ്പത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയിട്ടോ. നിങ്ങൾ ബജി ഉണ്ടാക്കുന്ന ടൈമിന് നന്നായിട്ട് വലിയ ചുള രൂപത്തിൽ തന്നെ എടുക്കുക, അതായത് അതിൻ്റെ കായ് മാത്രം പോയാലും മതി കേട്ടോ. അതുപോലെ എടുക്കുക, അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഇതുപോലെ തന്നെ കോരിയിടേണ്ടതായിട്ട് വരും. ഓരോന്ന് പെറുക്കി പെറുക്കി ഇടാനൊന്നും പറ്റില്ല. വലിയ സൈസാണെങ്കിൽ നമുക്ക് ആ മാവിലേക്ക് ഓരോന്ന് മുക്കി എടുത്തിട്ട് അങ്ങോട്ട് പൊരിക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാം കൂടിയും ഒരുമിച്ച് അങ്ങോട്ട് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആ മാവുണ്ടല്ലോ, മാവ് ഇങ്ങനെ അതിൽ നിന്നൊക്കെ വിട്ടിരിക്കണ പോലെ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വലിപ്പത്തിൽ തന്നെ ചുള എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തോരനുള്ള ഇതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തോരന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തത്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, എന്നാലാണ് വെന്തുടഞ്ഞിരിക്കുകയുള്ളൂ. ആക്ച്വലി വെന്തതാണ്, പക്ഷേ വരിക്കച്ചക്കയാകുമ്പോൾ എത്രയൊക്കെ വെന്താലും അതിങ്ങനെ പൂള് പോലെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കുറച്ച് കുഴയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണേ കേട്ടോ. എന്നിട്ട് കൊച്ചുള്ളിയും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കും കേട്ടോ ഇത്. ഈ സമയം ഞാൻ ഉള്ളിയിലേക്ക് മുളക് പൊടി മാത്രമായിട്ട് ഇടുന്നുള്ളൂ. ഇനി ചതച്ച മുളകുണ്ടെങ്കിൽ അതിടാം, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചക്ക വേവിക്കുന്ന ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയിലേക്ക് തൊടുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നൊരു സാധനം കേട്ടോ. എനിക്ക് ചക്ക തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉടഞ്ഞിരിക്കണം, എന്നാലാണ് ആ ചക്കത്തോരനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബജി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക ബജി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺറിച്ചിൻ്റെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കണേ. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊതുവേ ഫ്രൈ ഐറ്റംസൊക്കെ അതിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല, അതായത് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ അതിങ്ങനെ വിട്ട് വിട്ട് പോകും കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് വലിയ ചുളയോട് കൂടി തന്നെ മാവിൽ മുക്കി പൊരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മാവ് മൊത്തത്തിൽ ചക്കയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാനിത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്കും ഇത് സെറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാനൊരു എളുപ്പവിദ്യക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്കിത് പൊരിക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന് കേട്ടോ. ഞാൻ വളരെ തീരെ നൈസായിട്ടാണ് ചക്ക കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചക്കയുടെ ഉള്ളിൽ ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ബജ്ജിയാക്കിയത് കൊണ്ടാണ് കേട്ടോ ഈ ചക്ക ഇതുപോലെ കാണുന്നത്. വലിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ആ മാവൊക്കെ ചക്കയുടെ ഉള്ളിൽ, അതായത് ചക്കയുടെ പുറത്ത് ഇങ്ങനെ മാവ് കവറായിട്ട് ഇരുന്നേനെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യുമ്പോൾ വലിയ പീസായിട്ട്, അതായത് ചക്കയുടെ കുരു റിമൂവ് ചെയ്തിട്ട് മാക്സിമം ചുളയായിട്ട് എടുക്കാൻ നോക്കുക. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ പ്ലാനിങ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ ചക്ക ഫ്രൈ ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ചക്ക ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ചങ്ങോട്ട് ഉണ്ടാക്കും. ചക്ക വറുത്തതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ കിട്ടാറൊന്നുമില്ല കേട്ടോ. നമ്മൾ വറുക്കും പെട്ടെന്ന് അങ്ങോട്ട് പോകും. പക്ഷേ ഇതുപോലെ ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കഴിച്ചാലും നമുക്ക് മതിയാവും. പക്ഷേ ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പേപ്പറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഓയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഓയിലൊക്കെ പോയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചക്ക വെച്ച് 2 റെസിപ്പീസാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. രണ്ടും ചക്ക വെച്ച് ഉണ്ടാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ് കേട്ടോ. മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് ഇരുന്ന് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന 2 റെസിപ്പീസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ബജി ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിച്ചപ്പോൾ നല്ല ഈ ക്രിസ്പിനെസ് പോലെയാണ് വന്നത്. ചക്ക പൊതുവേ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിനെസ് ആയിരിക്കുമല്ലോ, ആ ഒരു ഫീലൊക്കെ തന്നെ എനിക്ക് അതിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് വലിയ ചുളയോടുകൂടി ബജി ആക്കി എടുക്കാം. ഞാനിവിടെ ഈ ചക്ക വറുത്തത് ഉണ്ടാക്കൂലേ, ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. തീരെ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം വലിയ ചുളയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് മാവിൽ മുക്കി പൊരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് കഴിക്കില്ല കേട്ടോ. കുറച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വയറെറിയും. ചക്ക വറുത്തത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, കുറേ കഴിച്ചാലും വയറെറിയില്ല കേട്ടോ. ആ ഒരു ഫീലായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് കഴിച്ചാലും നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളായ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം.